ഹായ് ഫ്രണ്ട്സ്, ഇവർ വേദരാൽ സീരിയലിന്റെ കിഡിലൻ എപ്പിസോഡാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ ഭൂമി ഇങ്ങനെ സങ്കടത്തില് വീട്ടിന്റെ മുറ്റത്ത് നിൽക്കണേ. പുറത്ത് ദീപാവലി ആഘോഷങ്ങളൊക്കെ നടക്കണേ. ഈ സമയം ഭൂമിക്ക് കഴിഞ്ഞ വർഷം ദീപാവലിക്ക് അച്ഛൻ വന്ന് പൂത്തിരിയും പടക്കമൊക്കെ കൊണ്ടുവന്നതും അവരച്ഛനും അമ്മയും മകളും കൂടെ ഫുൾ അവിടെ നിന്ന് കത്തിച്ചതും സന്തോഷത്തോടും ഇവിടെ നിന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. അങ്ങനെ ഇപ്പൊ ആ മുറ്റം ശൂന്യായിരിക്കണേ. ഒച്ചയും ബഹളോ പൂത്തിരിയോ മേശപ്പൂവോ ഒന്നുമില്ലാത്തൊരു വിഷു. ഭൂമി അവിടെ നിന്ന് സങ്കടത്തിൽ കരയിട്ടോ. അതിനുശേഷം പിന്നീട് സൗഭാഗ്യപുരത്താട്ടോ. അവിടെ എല്ലാവരും സത്യദാസ് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഉമ്മർത്ത് വന്ന് നിൽക്കും. അഞ്ജനയോട് വയ്ക്കും, അല്ല മോളെ ഭവാനി ഇവിടെ? അമ്മ അപ്പണ്ടാവും ഭവാനി ഇറങ്ങി വരുന്നേ. സത്യദാസ് വാങ്ങിച്ചു കൊടുത്ത ആ ഡ്രസ്സ് ഇട്ടിട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. മുത്തശ്ശി പറയും, നല്ലൊരു ദിവസമായിട്ട് നിന്റെ മനസ്സ് മാറിയല്ലോ, നന്നായി മോളെ. സത്യദാസ് പറയും, അമ്മേ നമുക്ക് വിളക്ക് വെക്കാം. അങ്ങനെ ആദ്യത്തെ തിരിയും മുത്തശ്ശി കത്തിക്കും കേട്ടോ. അങ്ങനെ പിന്നെ സത്യദാസ് അങ്ങനെ ആ വീട്ടിൽ ഓരോരുത്തരും കത്തിച്ച് ഭവാനിയുടെ കയ്യിലെത്തുമ്പോൾ ഭവാനി ആദ്യം വാങ്ങിക്കുന്നില്ല. പിന്നെ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ അത് വാങ്ങിക്കാട്ടോ. എന്നാൽ അത് കത്തിക്കുമ്പോൾ സത്യദാസിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇത് മറ്റാരും കണ്ടിട്ടില്ല. സത്യദാസ് ഇങ്ങനെ തല താഴ്ത്തും. വക്കീല് പറയും, നമുക്കിന്ന് ആഘോഷം തുടങ്ങിയാലോ, ഒരുപാട് ഐറ്റംസ് പൊട്ടിക്കാനുള്ളതാ. മുത്തശ്ശി പറയും, എനിക്ക് വാ. അങ്ങനെ എല്ലാവരും കൂടെ അത് പൊട്ടിക്കാൻ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഈ സമയത്ത് അഞ്ജന ഭവാനിയോട് പറയും, അമ്മയാൾ കൊള്ളാലോ, രാവിലെ വലിയ ഷോക്ക് കാണിച്ചിട്ട് വല്ലിച്ച വാങ്ങിച്ചെന്ന് സാരി തന്നെ എടുത്ത് വന്നല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അഞ്ജന അവിടുന്ന് പോകും. ഭവാനി മനസ്സിൽ വിചാരിക്കും, നിനക്കറിയില്ല ഈ ഭവാനിയെ, നിനക്കെന്നല്ല ഈ വീട്ടിലോ ഭൂമിയിലോ ആർക്കും ശരിക്കറിയില്ല ഈ ഭവാനിയെ. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, ആരായാലും കത്തിക്കും ഞാൻ. അപ്പോഴേക്കും അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും പൂത്തിരിയും മേശപ്പൂ ഒക്കെ ഇങ്ങനെ കത്തിച്ച് ആഘോഷിക്കാട്ടോ. സത്യദാസും മുത്തശ്ശിയും ഭവാനിയും മാറി നിൽക്കുക. അപ്പം അഞ്ജന വന്നിട്ട് സത്യദാസിനോട് പറയും, വല്ലിച്ച വാ. ഞാനില്ല മോളെ. അഞ്ജന പറയും, വല്ലിച്ചൻ്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും, ഇപ്പൊ വല്ലിച്ചന്റെ മോള് ഞാനല്ലേ, വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് സ്നേഹമൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോയി പൂത്തിരിയൊക്കെ കത്തിക്കാട്ടോ. അങ്ങനെ എല്ലാവരും വലിയ ആഘോഷത്തില്. ഈ സമയം അജയ് പെട്ടെന്ന് വല്ലാത്തൊരു വിഷമത്തിലാവും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷുവിന് നയനയോടൊപ്പം ഒറ്റയ്ക്ക്, അതായത് അവര് മാത്രമുള്ള ലോകത്തില് പൂത്തിരി കത്തിച്ച് ദീപാവലി ആഘോഷിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇവിടുത്തെ ആഘോഷങ്ങൾ തന്നെ കാണിക്കുകയാണ്. അഞ്ജന മാക്സിമം അജയുടെ അടുത്തേക്ക് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അജയ് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. ഭൂമിയുടെ വീടൊക്കെ ഇങ്ങനെ അടിച്ചു വാരുകയാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ട് ലക്ഷ്മി ചേച്ചി വരുന്നത്. മോള് രാവിലെ തന്നെ എണീറ്റോ? ഇത്രയും നേരത്തെ എണീക്കുന്നു കരുതിയില്ലല്ലോ. ഭൂമി അറിയും, ലക്ഷ്മി ചേച്ചിക്ക് അറിയാലോ അച്ഛനുള്ളപ്പോഴേ എങ്ങനെയാണ്. രാവിലെ 5 മണിക്ക് എണീക്കും, വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യും, ഓടാൻ പോകും, ഡാൻസിന് പോകും, അച്ഛൻ എല്ലാത്തിനും കൂടെ നിൽക്കും. ആ ശീലം കൊണ്ടാവും ഇപ്പം 5 മണിക്ക് എണീറ്റു. പക്ഷേ ഇപ്പം അച്ഛനില്ലല്ലോ എല്ലാത്തിനും കൂട്ടുവരാൻ എന്ന് പറഞ്ഞ് ഭൂമി കരയാൻ തുടങ്ങും. ഇപ്പത്തെ അമ്മയും ലക്ഷ്മി ചേച്ചിക്ക് സഹിക്കുന്നില്ല. വിഷമിക്കില്ലേ മോളെ? അപ്പൊ ഭൂമി അറിയും, വിഷമോ? ഇനി എന്ത് വിഷമം? അത് ഒക്കെ ഉണ്ടാവുന്ന മനസ്സുമായിട്ടാ അച്ഛൻ പോയത്. പിന്നെ അമ്മ, അതെനിക്കൊരു വിഷയമല്ല, ഒരു തരം മരവിപ്പാ. അത് മാറാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം ഇപ്പൊ എന്റെ മനസ്സില്. ഇതൊക്കെ മാറി ഞാൻ ഭൂമിയാണെങ്കിൽ ചിലപ്പോ ഭൂമിയോളം താഴേണ്ടി വരും. ലക്ഷ്മി ചേച്ചി ചെല്ല്, ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അടിച്ചു വരാന്നേ ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഭൂമി തന്നെ അടിച്ചു വരാൻ പോകും. അങ്ങനെ ബാക്ക് വശം കൂടി അടിച്ചു വരുന്ന സമയത്തായിരിക്കും അവിടുത്തെ ചണ്ടികൾ മഴ ഇങ്ങനെ നനഞ്ഞിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരുപാട് തവണ അടിക്കുമ്പോൾ അതിൽ നിന്ന് ഫോണ് കിട്ടുക കേട്ടോ. അച്ഛൻ്റെ ഫോണാണ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഭൂമിക്ക് വലിയ സന്തോഷമാവും കേട്ടോ. ശരിക്കും ആ ഫോൺ എങ്ങനെ അവിടെ എത്തിയത് ഭൂമിക്കറിയില്ല. ഭൂമി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശരിക്കും ആ ഫോൺ അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ആ കൊലയാളി വന്ന സമയത്ത് അംബികേനെ ഉന്തിയപ്പോൾ അംബികയുടെ കൈ തട്ടി താഴേക്ക് വീണതാണ്. അത് ഓൺ ചെയ്താൽ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കിട്ടും. എന്തായാലും ഭൂമി ഇപ്പം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം ഫോൺ ഓഫാട്ടോ. എന്നിട്ട് ഭൂമി ആ ഫോൺ അച്ഛന് വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. അച്ഛനൊരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കണേ. എന്തിൻ്റെ മോളെ എനിക്കിതൊക്കെ, ഒരെണ്ണം ഇല്ലേ? അപ്പോൾ ഭൂമി അറിയും, ആ ജാമ്പോൻ്റെ കാലത്തുള്ള കീപാഡോ ഒന്ന് പോച്ചാ, ഇനി മുതൽ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ മതി. അച്യുതം, എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. ഭൂമി അറിയാം, ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നോക്കിക്കോ. ഒരാഴ്ച കൊണ്ട് അച്ഛൻ എല്ലാം പഠിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിൽ കയറി ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഷുവർ. അപ്പോ അംബിക പറയും, നീ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണോ ഈ കുന്ത്രാണ്ടം വാങ്ങിച്ചു കൊടുത്തിരിക്കണത്? അപ്പൊ ഭൂമി അറിയും, അയ്യോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ, എന്റെ അച്ഛൻ പാവല്ലേ, ഇതിൽ വല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പഠിക്കട്ടെ എന്ന് കരുതി വാങ്ങിച്ചാ. അംബിക പറയും അപ്പൊ അച്യുതം പറയും, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ബുക്കില്ലയോ, അതെനിക്കൊന്ന് പഠിപ്പിച്ചു തന്നോളെ. ഭൂമി അപ്പൊ അംബിക പറയും, കൊള്ളാല്ല, നിങ്ങക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, നിക്കവിടെ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടും.
അങ്ങനെ അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഭൂമി ഇപ്പം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്നിട്ട് അച്ഛൻ വിട്ടുപോയതൊക്കെ ആലോചിക്കും. എന്നിട്ട് ശേഷം വേഗം അകത്തേക്ക് ചെന്ന് ലക്ഷ്മി ചേച്ചിയോട് പറയും, ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ ഫോണ് കാണാതായിന്ന്, കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകൾ ഇതിലില്ല ലക്ഷ്മി ചേച്ചി, ഇതിപ്പോ തിരിച്ചു കിട്ടിയപ്പോ എന്തോ ഒരു ധൈര്യം. പിന്നെ ചേച്ചി കടയിലേക്ക് ഞാനും വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് സന്തോഷവും. നന്നായി, ഇവിടെ ഇരുന്നാൽ മുരടിച്ചു പോവുകയുള്ളൂ. ഭൂമി പറയും, എന്റെ അമ്മയുടെ ചെയ്യാത്ത തെറ്റത്തിന് ഉരുകി കിടക്കല്ലേ, രക്ഷിക്കാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ, അതാ വരാൻ തീരുമാനിച്ചത്. ലക്ഷ്മി ചേച്ചി പറയും, നന്നായി മോളെ. ഭൂമി പറയും, ഞാൻ ഈ ഫോണൊന്ന് കുത്തിയിടട്ടെ. ഈ സമയം ഭൂമി അകത്ത് പോയി ആ ഫോണ് കുത്താട്ടോ. ചാർജ് കയറുന്നുണ്ട്. എന്തായാലും ഭൂമി അത് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോവാണേ. അതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു രഹസ്യം ഉണ്ടെന്നുള്ളത് ഭൂമിക്ക് അറിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താട്ടോ. അവിടെ സംഗീത കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് അഞ്ജന വരും. എന്നിട്ട് അജയ് സോപ്പിടാനുള്ള എന്തെങ്കിലും ഒരു വഴി അന്വേഷിച്ചാട്ടോ വരുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചത്, പക്ഷെ അജയ്ക്ക് എന്നോട് ഒരു താല്പര്യമില്ല, ഒന്ന് സംസാരിക്കേ, എന്തെങ്കിലും പുറത്തേക്ക് പോയേ, ഒന്നുമില്ല, ഒന്നും മിണ്ടാൻ പോലും വരുന്നില്ല. അപ്പോൾ സംഗീത പറയും, മോക്കറിയില്ല അവൻ്റെ ജോലി പോലീസിലല്ലേ, അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാകും, അവൻ്റെ സ്നേഹമൊക്കെ മനസ്സിലായിരിക്കും, മോൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി, പിന്നെ അവൻ മോള് വിചാരിക്കുന്ന പോലെ പെരുമാറിക്കോളും. അഞ്ജന പറയും, അതിന് എന്തെങ്കിലും വഴി അറിയോ, എൻ്റെ ഐഡിയ ഒക്കെ തീർന്നു, എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ആ വഴിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അഞ്ജനയ്ക്ക് മനസ്സിലാവില്ല. സ്വാദിഷ്ടമായ ഇഷ്ടവിഭവം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ കറിക്കറിയുന്നത് മാധവേട്ടന് അവിയൽ ഉണ്ടാക്കാനാ. ഇവിടെ ഏത് ജോലിക്കാരി വന്നാലും അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അജയ്ക്ക് ഇഷ്ടമുള്ളത് മോൾ ഉണ്ടാക്കി കൊടുത്താ മോൾ ആഗ്രഹിക്കുന്ന പോലെ അജയുടെ മനസ്സിലേക്ക് കയറാനുള്ള ആദ്യത്തെ വാതിൽ തുറന്നു കിട്ടിയാലോ. ഇനിയാണെങ്കിൽ അവനുള്ള ഡിഷ് ഏതാണെന്നും അതുണ്ടാക്കാനും നിനക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ അഞ്ജന അറിയും, വേണ്ട, എനിക്കൊരു വെറൈറ്റി ഐറ്റം അറിയാം, അത് നല്ല ടേസ്റ്റാ, അജയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പച്ചിരി ഹെൽപ്പ് ചെയ്യണം. എന്താ? ആദ്യം അങ്കിളിനുള്ള ഫുഡ് ഉണ്ടാക്കി ഈ കിച്ചൺ എനിക്ക് മാത്രമായിട്ട് വിട്ടു തരണം. ഓ അതിനെന്താ എന്ന് പറഞ്ഞ് സംഗീത അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അജയെ മെരുക്കാനായിട്ട് എന്തോ ഒരു വഴി ആലോചിക്കുക കേട്ടോ അഞ്ജന. അതായത് നല്ലൊരു ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നീട് കാണിക്കുന്നത് ഭൂമി കടലിലേക്ക് പോകാനായിട്ട് ഇറങ്ങട്ടോ. കുറേ ദിവസത്തിന് ശേഷം അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പറയും, അച്ഛാ ഞാൻ ഇറങ്ങാം, അമ്മയെ ഇറക്കിക്കൊണ്ട് വരാൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പോഴേക്ക് ലക്ഷ്മി ചേച്ചി വരുമ്പോൾ ഭൂമി അറിയും, അച്ഛൻ വിചാരിക്കില്ലേ പോയിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതിനു മുമ്പ് ഞാൻ ഒരുങ്ങി കടയിലേക്ക് പോകുന്നു, ഇത്രയൊക്കെ സങ്കടേ മോൾക്കുള്ളൂന്ന്. ലക്ഷ്മി ചെറിയും, അങ്ങനൊന്നും ഓർക്കില്ല, മരിച്ചുപോയവർക്ക് കൺമുന്നിൽ കാണുന്ന കാഴ്ച മാത്രമല്ല മനസ്സറിയാനും പറ്റും, എല്ലാം കാണാം, എല്ലാം അറിയാം, മോള് പറയാതെ തന്നെ അച്ഛന് എല്ലാം മനസ്സിലാകും. അപ്പോഴായിരിക്കും ഭൂമി ആലോചിക്കുന്നത്, അയ്യോ അച്ഛൻ്റെ ഫോൺ, അത് ഞാൻ ചാർജിലിട്ടിരിക്കുക, ചാർജ് ആയിട്ട് കാണും, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമി ആ ഫോൺ എടുക്കാൻ പോവാണ്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. ആ ഫോണിലെ ഗാലറി ചിലപ്പോൾ അച്ഛനെ കാണാനായിട്ടൊന്ന് ഓണാക്കി നോക്കുകയാണെങ്കിലോ. ഇനി നമുക്കത് നോക്കുമല്ലേന്ന് അറിയില്ല. അപ്പോൾ ഇനി ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്